ചേഞ്ചസ് കിട്ടിയില്ലേ നിനക്ക്? കിട്ടി. ഇഷ്ടായോ? ഇടയ്ക്ക് നൈസായിട്ട് ഇങ്ങനെയൊക്കെ ഷെയ്ഡ്സ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ശരത് സാർ. വൈക എന്തോ മോളെ നന്നായിട്ട് പാടിയതാ. താങ്ക് യു സാർ. കാര്യം ഒന്നാമത് 2 ഭീകരരെ പാടി വെച്ചേക്കുന്ന പാട്ടാണ്. ആരാണ്? ദാസേട്ടനും MG അങ്കിളും. അതെങ്ങനെ ദാസേട്ടനും MG അങ്കിളും ആയത്? അതെ, വോട്ടിങ് ദാസനും MG അപ്പൂപ്പൻ, ദാസേട്ടനും വിജയാങ്കളും. അത് ഞാൻ ദാസപ്പനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഒരു സ്റ്റേജിൽ ഇതുപോലെ കാണുന്നവരെ ദാസേട്ടാന്ന് വിളിക്കാൻ പോകും. വീഡിയോ കോൾ ചെയ്തപ്പോ ഇങ്ങനെ ഞാൻ ചോദിച്ചായിരുന്നു ദാസേട്ടാന്ന് വിളിച്ചോട്ടെ, അപ്പൊ വിളിച്ചോളാൻ പറഞ്ഞു. പെർമിഷൻ ഉണ്ട് അവിടെ തന്നെ. അപ്പൊ MG അങ്കിളിനെ അങ്കിളെന്ന് വിളിക്കരുത്, വല്ല അനിയാന്നൊക്കെ വിളിക്കും. അതൊക്കെ മോളെ എന്തൊക്കെയായാലും നന്നായിരുന്നടാ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. കാര്യം അത് ഒന്നാമത് കുറെ ജോൺ സേട്ടൻ്റെ വേറൊരു തരം പാട്ട് അല്ലേ? അപ്പൊ അത് മനോഹരമായിട്ട് പാടി മോള്. അത് ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണെങ്കിലും മോൾ പാടിയത് നന്നായി, പക്ഷെ ചാടിയത് നന്നായി. അതെ, ആ ചാടാൻ എന്നുള്ളത് അത് മാത്രമാണ് എന്നുള്ള നോട്ട്. ആ നോട്ട് അവിടെ ആണ് ആദ്യം കേൾക്കുന്നത്. അപ്പോൾ അത് മോള് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കണം, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നുള്ളതൊക്കെ അത് കൃത്യമായി. എന്ത് പറ്റിയത് ആ സമയത്ത്? മീന പാർവനെ നോക്കിയോ? അല്ലല്ല, അതിനു മുമ്പ് നിന്നെ നോക്കിയത് കൊണ്ടാണ് തെറ്റിയെന്ന് ഞാൻ ചോദിച്ചത്. അതാണോ? അല്ലല്ല, അതിനു മുമ്പേ പാർവനെ നോക്കായിരുന്നു. വളരെ ഐശ്വര്യമുള്ള പെങ്കൊച്ച നമ്മുടെ ഇവിടെ ഉള്ള. നോക്കിയാൽ തെറ്റത്തില്ല മോളെ. കുത്തിയൊന്നും പറയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. മോളെ അത്രേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നല്ല ഓളം ഉണ്ടായിരുന്നു. ഇത് കൃത്യമായിട്ട് അത് പാടുക എന്ന് പറഞ്ഞാൽ അതൊരു ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. അതൊക്കെ മോള് വൃത്തിയായിട്ട് പാടി. ഓൾ ദ ബെസ്റ്റ്. നല്ല എനർജി ആയിരുന്നു കേട്ടോ. ഞാൻ ഇവരെ പോലെ ജഡ്ജായിട്ടിരിക്കില്ല, ഞാൻ ജസ്റ്റ് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ എൻജോയ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ക്രിറ്റിസിസമായിട്ടൊന്നും പറയാനൊന്നുമില്ല. നല്ല എനർജി ആയിരുന്നു. ഒന്നാമത് 2 പേര് പാടിയിട്ടുള്ള ഒരു സോങ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രെത്ത് മേ ബി കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും ചില സ്ഥലത്തൊക്കെ. പക്ഷെ എന്നാലും അതൊന്നും അറിയാണ്ടും അത് എൻജോയ് ചെയ്തും പാടി. സോ നൈസ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു വിജയ് ചേട്ടാ. ഷാനിക. വൈക നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഞാൻ ആകെ ഈ വരയിട്ടത് നമ്മുടെ കാട്ടുകുരങ്ങിന് ചാടാൻ. അന്ന് ചെറുതായിട്ടൊന്ന് ചാടി. പിന്നെന്താ കൊതുമ്പ് തോണി. കൊതുക് വല പോലൊരു ഉടുപ്പ് ഇട്ടിട്ട് വന്നിട്ടേ കൊതുമ്പ് തോണിയിൽ ഒട്ടും ഈ ചാടാനും പോകാനും അത് 2 മാത്രം ഒന്ന് ഹിറ്റ് ചെയ്യാൻ. കാരണം അത് ഈ പിന്നെ പല്ലവിയുടെ അല്ല, വേറൊരു സ്റ്റൈലിലാണ് അത് വരുന്നത്, ആനുപല്ലവിയും ചരണവും. പിന്നെ ഈ പറഞ്ഞ പോലെ ദാസറും ശ്രീകുട്ടൻ ചേട്ടനും എനിക്കൊന്ന് വളരെ ചുരുക്കം പാട്ടുകൾ ഇവർ 2 പേരും ഒരുമിച്ച് വന്നിട്ടുള്ളൂ അല്ലേ? അപ്പം അതുപോലെ വന്നൊരു പാട്ട് ഈ പറഞ്ഞ പോലെ ജോൺസൺ മാഷിൻ്റെ ഒരു വേറെ സ്റ്റൈൽ കമ്പോസിഷൻ. അപ്പോൾ നന്നായിട്ട് പാടി. ആ നല്ല ഓളവും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ വിജയ് പറഞ്ഞ പോലെ നല്ല എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. എപ്പോഴത്തെ പോലെ തന്നെ വിജയ് ചേട്ടന്റെ മാർക്ക് നമ്മൾ ഹൈഡ് ചെയ്യും. ബാക്കി നിങ്ങളുടെ 2 പേരുടെ മാർക്സ് ആയിരിക്കും നമ്മൾ ചോദിക്കാം. ശരത് സർ. 8.5 മാർക്ക് മോളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. 8.5. താങ്ക് യു സർ. ഇപ്പൊ ടോട്ടൽ 17. താങ്ക് യു സർ. 17 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. വിജയ് ചേട്ടൻ എഴുതി ചുരുട്ടി ഇട്ടു. ഓക്കെ ഓക്കെ. അപ്പൊ വൈക ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് സെലിബ്രേഷൻ റൗണ്ട് പൊളിക്കണം.